നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. നോബൽ സമ്മാന ജേതാവ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ എഴുതിയ ജനഗണമന എന്ന ദേശീയ ഗാനം ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ തറച്ച വരികളാണ്. ഇന്ത്യയുടെ സമ്പന്നതയും വൈവിധ്യവും സംസ്കാരവും വെളിപ്പെടുത്തുന്നതാണ് ഓരോ വരികളും വാക്കുകളും തുളുമ്പി നിൽക്കുന്നത്. 1911 ഡിസംബർ 27 കൊൽക്കത്തയിൽ നടന്ന ഒരു കോൺഗ്രസ് യോഗത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. കൊൽക്കത്ത സമ്മേളനത്തിലെ രണ്ടാം ദിവസമാണ് ടാഗോർ ജനഗണമന പാടിയത്. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ യുസ്കല ഭംഗ വിന്ധ്യ ഹിമാചല ജമുനാ ഗംഗാ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭയാശിഷു മാഗേ गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे. ഭാഗ്യവിധാത എന്ന് പേരിട്ടിരുന്ന ഗാനം ശങ്കരാഭരണ രാഗത്തിൽ ബംഗാളിലാണ് ആലപിച്ചത്. രാം സിംഗ് ഠാക്കൂർ ആണ് സംഗീതം നൽകിയത്. 1941 സുഭാഷ് ചന്ദ്രബോസ് ഈ ഗാനത്തിന്റെ വ്യത്യസ്തമായ ഒരു പതിപ്പ് കൊണ്ടുവന്നു. അതിനെ ശുഭസുഖ് ജെയിൻ എന്നാണ് വിളിച്ചിരുന്നത്. നേതാജി ദേശീയ ഗാനം ബംഗാളിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തു. ആർമി ക്യാപ്റ്റൻ ആബിദ് അലി ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ക്യാപ്റ്റൻ രാം സിംഗ് ഈണം നൽകുകയും ചെയ്തതിനു ശേഷം ഇംഗ്ലീഷ് ഉൾപ്പെടെ 22 ഭാഷകളിൽ ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജനഗണമനയെ ആദ്യമായി ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ജനഗണമനയെ ദേശീയ ഗാനമായി പ്രഖ്യാപനം നടത്തിയത്. രാജ്യം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് 1950 ജനുവരി 24 പാർലമെന്റിൽ ആദ്യമായി ജനഗണമന എന്ന ഗാനം ഉയർന്നു കേട്ടു. യുഎയിൽ വാഹനമോടിക്കുന്നവർക്ക് ശുഭവാർത്ത. ട്രാഫിക് പിഴകളിൽ ഇളവ് നേടാൻ അവസരം. ഓഗസ്റ്റ് 26 ആരംഭിക്കാനിരിക്കുന്ന അപകടരഹിത ദിനം എന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയം യുഎയിലുടനീളം ട്രാഫിക് പിഴകളിൽ ഇളവ് പ്രഖ്യാപിച്ചു. വാഹനാപകടങ്ങൾ ഒഴിവാക്കി ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന വാഹനം ഓടിക്കുന്നവർക്കായി 4 ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കുന്നതാണ് ഈ സംരംഭം. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ട്രാഫിക് പ്രതിജ്ഞയിലും അവർ ഒപ്പിടണം. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവരുടെ വേനൽ അവധി കഴിഞ്ഞ് മടങ്ങുകയും മഞ്ഞ ബസ്സുകൾ എമിറേറ്റ്സിന്റെ തിരക്കേറിയ തെരുവുകളിൽ എത്തുകയും ചെയ്യുന്നതിനാൽ സ്കൂളിന്റെ ആദ്യ ദിവസം അപകടങ്ങളില്ലാതെ ഉറപ്പാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നിർധനരായ 6500 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു ഷാർജ ചാരിറ്റി ഇന്റർനാഷണൽ. നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി ഷാർജ ചാരിറ്റി ഇന്റർനാഷണൽ ഇന്ന് ചൊവ്വാഴ്ച ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ ആരംഭിച്ചു. നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്കൂൾ ബാഗുകൾ നൽകുന്നതിനാണ് ക്യാമ്പയിൻ നടത്തിയതെന്ന് ഷാർജ ചാരിറ്റി ഇന്റർനാഷണൽ ഡയറക്ടർ ബോർഡ് അംഗം സയ്യിദ് ഖാനം അൽ സുവൈദി പറഞ്ഞു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് 6500 സ്കൂൾ ബാഗുകൾക്കൊപ്പം ആവശ്യമായ സ്കൂൾ സാമഗ്രികളും ക്യാമ്പയിനിലൂടെ വിതരണം ചെയ്തിരുന്നു. യുഎഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട വിസ ഇല്ലാതെ കഴിയുന്നവർക്ക് ഇളവിനോ ഉള്ള അപേക്ഷാ ഫോമുകൾ അടുത്ത മാസം 1 മുതൽ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിൽ ലഭ്യമാവും. ഇളവ് നേടി നാട്ടിലേക്ക് പോയവർക്ക് പിന്നീട് യുഎയിലേക്ക് മടങ്ങി വരാനും തടസ്സമില്ല. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് യുഎയിൽ ജീവിതോപാധി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനാകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അഥവാ ICP ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കരയെ അറിയിച്ചു. അനധികൃതമായി താമസിക്കുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ അവസരമൊരുക്കുന്നതാണ് യുഎഇ സർക്കാർ ചെയ്യുന്നത്. അവർക്ക് വിസയോടെ തിരിച്ചെത്താൻ പറ്റും. ഈ പ്രക്രിയയിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സഹകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ദുബായിലെ 60 റെസ്റ്റോറന്റുകളിൽ വൻ ഓഫർ. ഇഷ്ടവിഭവങ്ങൾക്ക് കുറഞ്ഞ വില. ദുബായിലെ 60 റെസ്റ്റോറന്റുകളിൽ ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 1 വരെ സമ്മർ റെസ്റ്റോറന്റ് വീക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കും. ജനപ്രിയ വിഭവങ്ങൾ പോക്കറ്റിനിണങ്ങുന്ന വിലയിൽ ലഭ്യമാകുമെന്നതാണ് പ്രത്യേകത. ഉച്ചഭക്ഷണം 95 ദിർഹം മുതലും രാത്രി ഭക്ഷണം 150 മുതലും ലഭിക്കും. 69 ദിർഹത്തിന്റെ പ്രഭാത ഭക്ഷണ പാക്കേജും ഉണ്ട്. മിഷലിൻ സ്റ്റാർ റേറ്റിംഗ് ഉള്ള റെസ്റ്റോറന്റുകൾക്കാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സീറ്റ് റിസർവേഷൻ ഓപ്പൺ ടേബിൾ എന്ന സൈറ്റിലാണ് ലഭിക്കുക. മാതൃവന്ദനവുമായി അക്കാഫ്. കേരളത്തിൽ നിന്നുള്ള 26 അമ്മമാരെ ആദരിക്കുന്നു. തിരുവോണ ദിനത്തിൽ അക്കാഫ് അസോസിയേഷൻ വേൾഡ് ട്രേഡ് സെന്ററിൽ പൊന്നോണക്കാഴ്ച സംഘടിപ്പിക്കുന്നു. അക്കാഫിന്റെ 26ാമത് ഓണാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നെത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ട 26 അമ്മമാരുള്ള അമ്മയോണമാണ് ഇത്തവണത്തെ പരിപാടിയുടെ പ്രത്യേകത. അക്കാഫ് അസോസിയേഷൻ മന്നത്ത് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് അമ്മയോണം സംഘടിപ്പിക്കുന്നത്.
സെപ്റ്റംബർ 15-ന് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പൊന്നോണ കാഴ്ച ഒരുക്കുന്നത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള അമ്മമാരാണ് എത്തുന്നത്. ദുബായിൽ താരതമ്യേന കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്വപ്നമാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് മാതൃവന്ദന ദിനത്തിൽ സാക്ഷാത്കരിക്കുന്നതെന്ന് ഭാരവാഹികൾ ദുബായ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.